ഞാനാണെങ്കിൽ ഒരു പുതിയ ശീലം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വചനപ്പെട്ടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഓരോ വചനം എടുത്ത് വായിക്കും. അപ്പോൾ ഞാൻ പിള്ളേരോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നേ. ആമിക്കുട്ടിയോട് ഇപ്പോൾ ഇത് വായിക്കും കേട്ടോ. ആൾ തപ്പിപ്പിടിച്ചാണെങ്കിൽ വായിച്ചോളും കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് നേരെ ടെറസിൻ്റെ മുകളിൽ കയറി നമ്മളൊരു വേപ്പില തൈയും കറ്റാർ വായൊക്കെ നട്ടിട്ടുണ്ടായിരുന്നില്ല. വായയല്ല വാഴയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ല. അപ്പോൾ ഈ വേപ്പിലയുടെ തൈയില്ലേ കട്ടുകൊണ്ട് വന്ന് പിടിപ്പിച്ചാലേ പിടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരാണോ എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. പക്ഷേ ഞാനിത് ചോദിച്ച് മേടിച്ച സാധനമാണ്. അങ്ങനെ ചോറ് കെട്ടാനുള്ളതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് ബോക്സിലോട്ട് ചൂട് ചോറും ഉരുളക്കിഴങ്ങ് വറുത്തതും പിന്നെ ഉണക്കച്ചെമ്മീനും പിന്നെ ഒരു നെല്ലിക്കച്ചാറും കൂട്ടി ആളുടെ ചോറ് കെട്ടി കൊടുത്തു കേട്ടോ. ആൾ പോകുകയും ചെയ്തു. പിന്നെ ഞാൻ ആമിയുടെ മുടിയൊക്കെ കെട്ടി കൊടുത്ത് ആമിനെ അപ്പം കൊണ്ടുപോയി ആക്കിയിട്ട് അതിന് ശേഷം പിന്നെ കുറേ നേരം ഞാൻ അവിടെ ഇവിടെ തേരാപ്പാര നടന്നിട്ട് പിന്നെ മീൻകറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ രാവിലത്തെ പണികളൊക്കെ അങ്ങോട്ട് കഴിച്ച് വെക്കാമെന്ന് കരുതിയിട്ട് അപ്പോൾ കണമ്പിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൈയോടെ അങ്ങോട്ട് വെട്ടിത്തേച്ച് കഴുകിയിട്ട് ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ച് ചിരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ ഇട്ടിട്ടാണ് ഞാനിന്ന് വെക്കുന്നത്. അങ്ങനെ തേങ്ങ അരച്ചതേ ഒരു മീൻകറി മാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പും പുളി നോക്കിയപ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ഗ്യാസ് വന്ന് ചേട്ടനില്ലാച്ചെങ്കിൽ ഞാൻ പെട്ടുപോയി.